വിവിധ പരിപാടികളോടെ രാജ്യം അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്നതായിരുന്നു ഇത്തവണത്തെ യോഗാ ദിന സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. യോഗാസന കണ്ണൂരിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. യോഗാസന ജില്ലാ പ്രസിഡന്റ് ബിജു കാരായി അധ്യക്ഷനായി. രജിത രാജേന്ദ്രൻ, സജീവ് അതിയോത്ത്, കെ സി അജികുമാർ, സജിത പുതിയാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആൺകുട്ടികൾ, പുരുഷന്മാർ, സ്ത്രീകൾ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. നാഷണൽ ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലൊക്കെ തന്നെ യോഗാസന ഒരു ഐറ്റമായി ഉൾപ്പെടുത്തി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കായിക ഇനമായി യോഗാസനയെ കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ യോഗാസന പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ആ ഒരു സ്ട്രെസ് റിലീഫ് കൂടിയാണ് യോഗാഭ്യാസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പോലും ഇന്ന് വലിയ മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, നിർബന്ധമായും പ്രായമായിട്ടുള്ള ആളുകളെ കൂടി യോഗാസനം പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 7, 8, 9. Two, 3, 4, 5, 6, 7, 8, 9, 10. ലോക സംഗീത ദിനത്തോടും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടുമനുബന്ധിച്ച് തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 1000 ആളെ പങ്കെടുപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു ആയോധന കലയായി മാറിയിരിക്കുക. ഇത്രയും പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി യോഗയുടെ പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് തലശ്ശേരി നഗരസഭ ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ രീതിയിൽ യോഗ പരിശീലന കേന്ദ്രങ്ങളും യോഗയിലേക്ക് ആളുകൾ കൂടുതൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്ന എല്ലാവരും പറയുന്നത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കരാട്ടെ സെന്ററിലും യോഗ പരിശീലനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മൂതൻ മഠത്തിൽ അധ്യക്ഷനായി. ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മിഥുൻ, ഉച്ചുമൽ ശശി, സജീവൻ മാണിയത്ത് എന്നിവർ സംസാരിച്ചു. ഗായകൻ മുഹമ്മദ് സുബൈറിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യോഗ പരിശീലന ക്ലാസ് നടന്നു. സെൻസൈസ് CN മുരളി യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. അക്കാദമിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 500ഓളം പേർ അണിനിരന്ന യോഗാ പ്രദർശനവും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. VR കൃഷ്ണയ്യർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ വി സദ്യ അധ്യക്ഷയായി. യോഗ പരിശീലകൻ വികാസ്, COT ഷബീർ, K ഭാരതി, TB റാഷിദ, ജിഷ കളത്തിൽ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് യോഗ ഡാൻസും നടന്നു. കതിരൂർ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണം PACS സംസ്ഥാന സെക്രട്ടറി P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ പുല്യോട് CH നഗറിലെ ടർഫിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. യോഗ ഇൻസ്ട്രക്ടർ സുഗുണൻ, ഷിൽന, PP സനിൽ, PC ദിനേശൻ, M രാജേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്ക് ജീവനക്കാരുടെ ഒത്തുചേരലും യോഗാഭ്യാസവും നടന്നു. ശ്വാസമെടുത്ത് ഉയർത്തി ചെവിയോട് ചേർത്ത് വെച്ചു. കുംഭകം ശ്വാസം പിടിച്ചുകൊണ്ട് അല്പം ബന്ധ ചെയ്യുക. തിരിച്ചു വരിക.
ശ്വാസം വിട്ടു, നട്ടല് വലിച്ച് നമ്പർ വലിച്ച് മുന്നോട്ട് പോവുക. കൈ രണ്ട് താഴെ പരമാവധി എത്ര പറ്റും അവിടെ. സംസാരിക്കരുത്, മുട്ടുമടക്കരുത്, മുട്ടുമടക്കരുത്. യെസ്, തിരിച്ചു പോവുക. യോഗയുടെ വ്യത്യസ്ത അഭ്യാസ മുറകൾ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കാനിടയുള്ള ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം യോഗാചാര്യനിവിടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ശാരീരിക വ്യായാമ മുറയാണ് യോഗയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തായക്കുന്ന് യുവജനവേദിയുടെയും ആർട്സ് ഓഫ് ലിവിങ്ങിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. CEO നവീൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ വിലാസം വായനശാല അനുഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടിയിൽ VP ഷാജി അധ്യക്ഷനായി. M അശ്വന്ത്, KP പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മെഡിറ്റേഷൻ യോഗ ക്ലാസും നടന്നു. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ക്ലാസ്സിൽ വരുന്നതാണ്. യോഗ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം യൂണിയൻ, കൂടിച്ചേരുന്നതാണ്. എന്തിന്റെ കൂടിച്ചേരലാണ്? ശരീരം, ശ്വാസം, മനസ്സ്, ഇവ മൂന്നിന്റെയും കൂടിച്ചേരലാണ് യോഗ എന്ന് പറയുന്നത്. ഏകദേശം 6000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പതഞ്ജലി മഹർഷിയാണ് യോഗയ്ക്ക് ഒരു ഏകീകൃതമായിട്ട് രൂപമുണ്ടാക്കിയത്. യോഗയുടെ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കൂടുന്നു, ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു, രോഗപ്രതിരോധ ശക്തി കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു, മനസ്സ് ശാന്തമാവുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ യോഗ ചെയ്താൽ ഉണ്ട് എന്നുള്ളതാണ്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എടന്നൂർ ശ്രീനാരായണ മഠം ഹാളിൽ യോഗാ ദിനാചരണം ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. MK സെയ്ത്തു അധ്യക്ഷനായി. യോഗ ഇൻസ്ട്രക്ടർ C രേഷ്മ ക്ലാസ് എടുത്തു. K പ്രീജ, TA ഷർമിരാജ്, ഡോക്ടർ ഡിജോ ജോസ്, CP സുധീർ, CH പ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു. BJP കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാഞ്ചേരിയിൽ യോഗാ ദിനാചരണവും യോഗാ പ്രദർശനവും സംഘടിപ്പിച്ചു. സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി ഉദ്ഘാടനം ചെയ്തു. ലോകമാതാവ് എന്നാണ് ഭാരതത്തെ കുറിച്ച് വിളിച്ചിരുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല സർവകലാശാലകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം അത് ഭാരതമായിരുന്നു. ഇന്ന് ലോകത്ത് നന്മയാർന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഒരു തുടക്കം അത് ഭാരതത്തിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ അമ്മ, ലോകങ്ങളുടെ മാതാവ് എന്ന് വിളിച്ചിരുന്നത്. ഷംജിത്ത് പാട്യം അധ്യക്ഷനായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.